ഞാൻ റിയൽ ആയിട്ട് നടന്ന ഒരു സ്റ്റോറി പറയാട്ടെ. ശരിക്കും നടന്നതാണ്. എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയിൽ നടന്ന ഒരു കാര്യമാണ്. ഒരു വ്യക്തി, എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഒരു ചേച്ചി. ആ ചേച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സാധനം വെച്ചിട്ട് ഭയങ്കര സാധനമാണ്. അങ്ങേയറ്റത്തോളം ഒരു പെണ്ണ് ഏത് ലെവലിൽ വരെയും എത്താൻ പറ്റുന്നുവോ ആ ലെവലിൽ വരെ എത്തും. ഒരു പെണ്ണിനെ കൊണ്ട് ഏത് ലെവലിൽ ഒരു കുടുംബം കലക്കാൻ പറ്റുന്നുവോ, എങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പറ്റുന്നുവോ, അങ്ങനെയൊക്കെ എല്ലാ ലെവലിലും പുള്ളിക്കാരത്തി ഒരു ആണിനെ പോലും ആണുങ്ങളെ പോലും വേദനിപ്പിക്കാനായിട്ട് എത്ര ലെവലിൽ ഏതൊരു പെണ്ണിനെ അങ്ങേയറ്റത്തോളം പീക്ക് ലെവലിൽ പറ്റുന്നുവോ അങ്ങേയറ്റത്തോളം പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ആ ഒരു ചേച്ചി. എന്നിട്ട് ആ ചേച്ചി എന്ത് ചെയ്തു? ആ ചേച്ചിയുടെ വീടിന്റെ അടുത്തുള്ള ആ ചേച്ചിയുടെ ഒരു റിലേറ്റീവ് ഒരാൾ അടുത്ത് താമസിക്കുന്നുണ്ട്. ആളെ പറയാത്ത അനാവശ്യങ്ങളില്ല, എന്നിട്ട് കല്ലെടുത്ത് എറിയാളാം, ഭയങ്കര അനാവശ്യങ്ങൾ പറയാത്തതൊന്നുമില്ല, അങ്ങേയറ്റത്തോളം അയാളെ പറയുമായിരുന്നു. പക്ഷെ അയാൾ എന്ത് ചെയ്ത്? സൈലന്റ് ആയിട്ട് ഇരുന്നു. അയാൾ കേൾക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളെ ഇത് കേൾക്കുന്നത്. അയാൾ സൈലന്റ് ആയിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് എന്ത് ചെയ്ത്? അയാൾ അവസരത്തിന് വേണ്ടി കാത്തിരുന്നു. അപ്പൊ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ഓപ്പോസിറ്റ് ഡേഞ്ചർ ആയിട്ടുള്ള വ്യക്തി നമ്മൾ ഭയങ്കരമായിട്ട് ഇരുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങേറ്റത്തോളം പറയും. കാരണം വെച്ചാൽ അയാൾ സൈലന്റ് ആണല്ലോ, നമ്മൾ ഡേഞ്ചർ ആണല്ലോ, അപ്പൊ നമ്മുടെ വാക് സാമർത്ഥ്യം കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാന്ന് വിചാരിക്കും. പക്ഷേ ഈ സൈലന്റ് ആയ വ്യക്തിയെ ഞാൻ സൂക്ഷിക്കണം എന്ന് ഞാൻ എന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ. ആ ആളൊന്നും ചെയ്തില്ല. കാരണം സൈലന്റ് ആയിട്ടുള്ള വ്യക്തികൾ എപ്പോഴും ഭയങ്കര സ്വീറ്റ് ആയിരിക്കും, ഒരു അടിപൊളിയായിരിക്കും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അത്രയ്ക്ക് സ്വീറ്റ് ആയിരിക്കും സൈലന്റ് ആയിട്ടുള്ള വ്യക്തികൾ. അയാൾ ഒന്നും പ്രവർത്തിക്കാണ്ട് ആ വ്യക്തി പറയുന്നത് മൊത്തം കേട്ട് 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 ഭയങ്കര സീറ്റായിട്ട് നിന്ന് ലാസ്റ്റ് എന്ത് ചെയ്ത്? അവരുടെ വീടിന്റെ അടിത്തറ അങ്ങോട്ട് അരിഞ്ഞു. അതിന് കാരണം ആരാണ്? ഈ പറഞ്ഞ വ്യക്തിയാണ്, ഈ പറഞ്ഞ ചേച്ചിയാണ് എല്ലാത്തിനും കാരണം. അടിത്തറ അങ്ങോട്ട് അരിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിയുടെ മൂത്ത മോൻ അങ്ങോട്ട് ഒന്നും ചെയ്തില്ല. മൂത്ത മോൻ വെച്ചിട്ട് നല്ല പൊക്കോളാണ്, നല്ല ഹൈറ്റുള്ളതാണ്. ഇയാളെന്ന് വെച്ചിട്ട് വെറും കുഞ്ഞത്, വെറും ഉരുട്ടടക്ക പോലെ ഇരിക്കുന്ന ഒരു സാധനം. അതിന്റെ ഇരട്ടിയുണ്ട് ഈ മൂത്ത മോൻ എന്ന് പറഞ്ഞൊരു വ്യക്തി. ആ വ്യക്തിയെ നൈസ് ആയിട്ട് അങ്ങോട്ട് കുത്തി അങ്ങോട്ട് കൊന്നു. അതുകൊണ്ടാണ് പറയുന്നത് സൈലന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ കളിക്കാൻ നിൽക്കരുത്. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ വായല നാക്കുകൊണ്ടും വാക് സാമർത്ഥ്യം കൊണ്ടും പണ്ടത്തെ കാലമൊന്നുമില്ല, കാലം മാറി. ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ അതിനപ്പുറം പല കേസുകളും നടക്കുന്നുണ്ട്. ഓരോ കേസുകൾ ഇപ്പൊ ഞാൻ ഓരോ കേസുകൾ വരുമ്പോഴും ഞാൻ എന്ത് ചെയ്യും? അതൊക്കെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ നമ്മളൊക്കെ ഓരോ കേസുകളും ചുറ്റും പല കേസുകളും നടക്കുന്നതാണ്. അപ്പൊ ആ പല കേസുകളും നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ നമ്മൾ അതിനൊക്കെ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് നമ്മൾ ഏതൊരു വ്യക്തിയായാലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഏതൊരു വ്യക്തിക്ക് ഉണ്ടാവും, എല്ലാവരെ പോലെ. അതേപോലെ എനിക്കുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കും. ഓരോ ഇത് എന്തുകൊണ്ട് സംഭവിച്ചത്, എന്താണ് അങ്ങനെ, ഇതെന്താണ് ഇങ്ങനെയാണെന്നൊക്കെ എനിക്ക് ഇങ്ങനെ മനസ്സിലാക്കുന്നതൊക്കെ എല്ലാവരെ പോലും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമല്ല, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കൊച്ചു ജീവിതമാണ്. അത് ഹാപ്പി ആയിട്ടാണ് ജീവിക്കേണ്ടത്. അല്ലാണ്ട് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ടും പോരും വിളിച്ച് ഡേഞ്ചർ ആണ്, ഞാൻ മറ്റതാണ്, ഞാൻ മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് അതൊക്കെ പേടിക്കും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ആരും പേടിക്കാൻ പോകുന്നില്ല. എത്ര വലിയ ഗുണ്ടകളെ പോലും എന്ത് ചെയ്ത് പകരത്തിന് പകരം കിട്ടുന്ന കാലഘട്ടമാണ്. എത്ര വലിയ കുട്ടികൾ പോലും ജയിലിൽ കിടന്നാലും ഇപ്പൊ മറ്റേ പല കേസുകളുണ്ടല്ലോ. ജീവിതം ആകെ കുറച്ചുള്ളൂ. അത് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ എടുക്കാൻ നമ്മുടെ ഫാമിലി ആയിട്ട് ജീവിക്കണം എല്ലാവർക്കും നല്ലത്. അല്ലാണ്ട് പരസ്പരം അങ്ങോട്ട് ഇന്ന് കറിയിച്ചൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല. എന്തിനും നമ്മൾ ഹാപ്പി ആയിട്ട് ചെറിയ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ പോലും വേണമെങ്കിൽ ദൈവത്തിന്റെ ഒരു ഇത് വരാം. ദൈവം വേണമെങ്കിൽ ഒരു നല്ല പാവങ്ങളെ പോലും ദൈവം ചിലപ്പോൾ കൊല്ലുന്ന ഒരു അവസ്ഥ വരാം. വഴി കൂടെ നടന്നു പോകുന്ന ആൾക്കാരെ പോലും വണ്ടിടിച്ച് ചാവുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ദൈവത്തോട് നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതം കൊച്ചേ ഉള്ളൂ. കാരണം നമ്മൾ എത്ര കാലം വരെ ഈ ഭൂമിയിൽ ഉണ്ടാവും, ആ ഭൂമിയിൽ ഉണ്ടാവുന്ന കാലം വരെയും ഒരു ഹാപ്പി ആയിട്ട് അത് ജീവിക്കേണ്ടത്. അത് നമ്മുടെ ഫാമിലി ഒത്താണ് ജീവിക്കേണ്ടത്. അല്ലാണ്ട് വേറെ മറ്റുള്ളവരുടെ ജീവിതം തകർത്തിട്ടൊന്നും ജീവിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ജീവിതം ഒന്നും ആവില്ല. കാരണം പ്രതികാരം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് പണ്ടത്തെ കാലത്തെ പോലെയല്ല.